പാലക്കാട് കിഴക്കഞ്ചേരി പാലക്കുഴി വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട് സ്ത്രീയെ കാണാനില്ല. തമിഴ്നാട് സ്വദേശിയാണ് കാണാതായത്. അപകടത്തിൽപ്പെട്ട പുരുഷനെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. സച്ചിൻ വള്ളിക്കാടുണ്ട് പാലക്കാട് നിന്നും വിവരങ്ങളുമായി. സച്ചിൻ, ഈ തമിഴ്നാട് സ്വദേശി എന്ന് പറയുമ്പോൾ ഇവർ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി കേരളത്തിൽ എത്തിയതാണോ? മറ്റ് വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കായി എന്താണ് സംഭവിച്ചത്? ഇങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ? അരുണ, ഇന്ന് രാവിലെയോടുകൂടിയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള 5 അംഗ സംഘം പാലക്കാട് കിഴക്കഞ്ചേരിയിലുള്ള പാലക്കുഴി വെള്ളച്ചാട്ടത്തിൽ എത്തിയത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പ്രധാനമായും ഏറ്റവും അപകടം നിറഞ്ഞ ഒരു മേഖല കൂടിയാണ് പാലക്കുഴി വെള്ളച്ചാട്ടം. ഈ മഴക്കാലമായാൽ ആ സമയത്താണ് ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾക്ക് പാലക്കാട് ജില്ലയിലെ ടൂറിസം മേഖലയിലടക്കം നിരോധനം ഏർപ്പെടുത്തിയ സമയത്ത് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള 5 അംഗ സംഘം ഇന്ന് രാവിലെയോടുകൂടെ പാലക്കുഴിയിൽ എത്തിയിട്ടുള്ളത്. തുടർന്ന് അവിടെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ടത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. 2 പേരാണ് ഒഴുക്കിൽപ്പെട്ടിട്ടുള്ളത്. അതിൽ യുവാവിനെ സമീപത്തെ പാറക്കെട്ടിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. യുവാവിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഫയർഫോഴ്സിന്റെയും അതേപോലെ തന്നെ നാട്ടുകാരുടെയും എല്ലാം സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ഒഴുക്കിൽപ്പെട്ട യുവതിയെ നിലവിൽ കാണാനില്ല. യുവതിക്കായുള്ള തിരച്ചിലും അല്പസമയം മുൻപ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പാലക്കുഴിയിൽ വലിയ രീതിയിലുള്ള ഒരു അപകട ഭീഷണിയുള്ള മേഖല കൂടിയാണ് മഴക്കാലത്ത്. ആ ശക്തമായ മേഖലയിലാണ് ഇത്തരത്തിൽ വിനോദസഞ്ചാരത്തിനായി തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം എത്തിയത്. എന്തായാലും പോലീസിന്റെയും അതേപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും എല്ലാ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അരുണ്യ.